സമയം 6 മണി ആയോ നീൽ? ഇല്ല, ഇപ്പൊ 5:30 ആയുള്ളൂ. എങ്ങനെയാ സമയം നോക്കേണ്ടതെന്ന് നിനക്ക് അറിയാമോ നീൽ? നിനക്കും പഠിക്കാൻ പറ്റും. കോക്കോ ടിവി കിഡ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. और एवरीडे कुछ नया सीखो. സാധനയ്ക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, ഗൗരവും പിന്നെ ധാരയും. ഗൗരവ് ഒരു നഗരത്തിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ചെറിയ പെണ്ണ് ധാര അവളുടെ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു. അവൾ അവളുടെ വീട്ടിലെ എല്ലാ ജോലിയും അവൾ തന്നെയായിരുന്നു ചെയ്തത്. പക്ഷേ സാധന ഇപ്പോഴും വയലിൽ പോയി തന്റെ ജോലിയൊക്കെ ചെയ്യുകയായിരുന്നു. അമ്മേ, ഇനി മുതൽ നിങ്ങൾ ജോലിക്കൊന്നും പോകണ്ട അമ്മേ. ഇപ്പോൾ ചേട്ടൻ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ടല്ലോ. അതെ, അവൻ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ അവൻ തന്നെ വന്ന് ഞാൻ എല്ലാം നോക്കാമെന്ന് പറയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അതുവരെ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഞാൻ തന്നെ നോക്കും. പക്ഷെ ചേട്ടൻ ഒരുപാട് സമ്പാദിക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മളെ രക്ഷിക്കുന്നത് കൊണ്ട് ചേട്ടൻ എന്ത് കഷ്ടമുണ്ടാകാനാ? നോക്കുമോളെ, നീ ഇപ്പോഴും ചെറിയ കുട്ടിയാണ്. കുടുംബത്തിനെ നോക്കാനായിട്ട് കാശ് മാത്രം പോരാ, അതിന് കുറച്ച് കാര്യപ്രാപ്തിയും വേണം. നിന്റെ ചേട്ടൻ ആ കാര്യപ്രാപ്തി ഉണ്ടെങ്കിൽ അവൻ തീർച്ചയായും ഒരു ദിവസം നമ്മളെ നോക്കും മോളെ. പക്ഷെ അതുവരെ ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ശരി. കുറച്ചു ദിവസം കഴിഞ്ഞ് ഗൗരവ് ഒരു പെണ്ണിനെ വിളിച്ചിട്ട് കൊണ്ടുവന്നു. വാ, ഇത് ലതയാട്, എന്റെ കൂടെ ജോലി ചെയ്യാട്. ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാതെ തീരുമാനിച്ചു. ഇത് വളരെ നല്ല കാര്യമാണ് മോനെ. നിന്റെ കല്യാണത്തിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല മോനെ. ഗൗരവും ലതയും സാധനന്റെ അടുത്ത് ആശീർവാദം വാങ്ങിച്ചു. ഇവിടെ നോക്കുമോളെ, നിന്റെ ചേട്ടത്തിക്ക് വീട് മൊത്തം കാണിക്ക്. ശരി അമ്മേ. ധാര അവളുടെ ചേട്ടത്തിക്ക് വീടൊക്കെ ചുറ്റി കാണിച്ചു. പക്ഷേ ലത അവൾക്ക് ഒന്നും ശരിപ്പെട്ടൊന്നില്ല. ഗ്രാമത്തിലുള്ള എല്ലാ വീടുകളും ഇത്ര അഴുക്കായിരിക്കുമോ? അഴുക്കോ? അല്ല, ഞാൻ പറഞ്ഞു വന്ന പൊടി. എന്താ ചേട്ടത്തി, ഗ്രാമമായാൽ പൊടിയൊക്കെ കാണുമല്ലോ. നിങ്ങളുടെ സിറ്റിയിലേക്ക് നല്ല റോഡുണ്ട്, ഇവിടെ ഇപ്പോഴും മണ്ണിലുള്ള റോഡല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും പൊടിയൊക്കെ കാണും. ശരി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ധാര ഭക്ഷണം കൊണ്ടുവന്നു. ഈ ഭക്ഷണം കണ്ടപ്പോൾ ലതയുടെ മുഖം ചുഴുവിനെ മാറ്റി കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ചുട്ട റൊട്ടിയും ചട്നിയും ഉണ്ടായിരുന്നു. എന്താ ഇത്? ഇവിടെ സബ്ജിയൊന്നും കഴിക്കാൻ കിട്ടില്ലേ? ഇവിടെ കിട്ടും മോളെ, പക്ഷെ ദിവസവും സബ്ജി ഉണ്ടാക്കാൻ സമയം കിട്ടില്ലല്ലോ. രാവിലെ എണീറ്റ ഉടനെ തന്നെ വയലിലേക്ക് പോണം. അപ്പോൾ ഇതുപോലെ സാധാരണ ഭക്ഷണമല്ലേ കഴിക്കാൻ പറ്റൂ. ലത അവിടുന്ന് ഭക്ഷണം ഇഷ്ടമില്ലാതെ അവൾ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയതിനു ശേഷം ഗൗരവും ലതയും നഗരത്തിലേക്ക് തിരിച്ചുപോയി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു അമ്പലത്തിൽ ഗൗരവനും ലതയും കല്യാണം കഴിഞ്ഞു. സാധനയും ധാരയും ആ കല്യാണത്തിലും പങ്കെടുത്തു. അവർ വീട്ടിലെത്തിയതിനു ശേഷം സാധന വയലിലേക്ക് പോവാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ മകൾ പറഞ്ഞു, അമ്മ, നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കൂ അമ്മേ. നിന്റെ കല്യാണത്തിനുള്ള മൊത്ത കാശും ചേർത്ത് വെച്ചാൽ മാത്രമേ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റൂ മോളെ. എനിക്കിനി ഒരേ ഒരു കർത്തവ്യമേ ബാക്കിയുള്ളൂ, അത് നിന്റെ കല്യാണമാണ്. സാധന ധാര പറയുന്നത് കേൾക്കാതെ അവൾ വയലിലേക്ക് പുറപ്പെട്ടു പോയി. ഒരു ദിവസം മുഴുവനും സാധന വയലിൽ ജോലി ചെയ്യാനും തുടങ്ങി. പിന്നെ കിട്ടുന്ന കാശൊക്കെ ചേർത്തിട്ട് ധാരയുടെ കല്യാണത്തിന് വേണ്ടി അവൾ ചേർത്ത് വെക്കുകയായിരുന്നു. ഇതുപോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 മാസം കടന്നുപോയപ്പോൾ സാധന വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് വല്ലാതെ അവസ്ഥയിലായിരുന്നു. അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. മോളെ ധാരാ, എന്താ അമ്മേ ഇത്ര പെട്ടെന്ന് എത്തിയോ? എനിക്കിന്ന് തീരെ സുഖമില്ല മോളെ, അതുകൊണ്ടാ ഞാൻ പെട്ടെന്ന് വന്നത്. ധാര അമ്മയുടെ നെറ്റിയിൽ തൊട്ടു നോക്കി. എന്റെ ദൈവമേ, നിങ്ങൾക്ക് നല്ല പനി അടിക്കുന്നുണ്ടല്ലോ. ഒരു പ്രശ്നവും ഇല്ല മോളെ, നീ എനിക്ക് എന്തെങ്കിലും ഗുളിക താ, അത് മതി. ധാര അവളുടെ അമ്മയ്ക്ക് ഗുളിക കൊടുത്തു. സാധനയും അവിടെ ഉറങ്ങുകയായിരുന്നു. ധാര അവരുടെ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. കുറെ നേരം കഴിച്ചതിന് ശേഷവും സാധനയുടെ പനി കുറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. അമ്മയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അവരുടെ പനി കുറയുന്നേ ഇല്ലല്ലോ. സാധനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഡോക്ടർ അവരുടെ ട്രീറ്റ്മെന്റും തുടങ്ങി. ഡോക്ടർ ആണെങ്കിൽ ഭയങ്കര വില ഉയരുന്ന മരുന്നുകളാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. എന്റെ ദൈവമേ, ഇത്രയും ഒരുപാട് കാശിന് ഞാൻ എവിടെ പോകാനാ? അപ്പോഴാണ് ധാരയ്ക്ക് ഓർമ്മ വന്നത്, തന്റെ കല്യാണത്തിന് വേണ്ടി അമ്മ ചേർത്ത് വെച്ച കാശ് എടുക്കാമെന്ന് ആ അലമാരിൽ നിന്ന്. ആ പൈസ വേഗം അവൾ കൊണ്ടുവന്നതിന് ശേഷം സാധനയ്ക്ക് കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അവർ മുഴുവനായിട്ട് ഗുണമായതിനു ശേഷം സാധന വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇന്നു മുതൽ നിങ്ങൾ വയലിലേക്ക് പോകാൻ പാടില്ല. ഞാൻ വയലിലേക്ക് പോയില്ലെങ്കിൽ വീട്ടു ചെലവൊക്കെ എങ്ങനെ നടക്കും മോളെ? പിന്നെ നിന്റെ കല്യാണവും എങ്ങനെ നടത്തും? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ പണം സമ്പാദിക്കാം, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കൂ.
അതിനുശേഷം ധാര ആലോചിക്കാൻ തുടങ്ങി ഈ പൈസ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അവളുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്താണ് അവളുടെ സുഹൃത്തായ മമത വന്നത്. ധാര വീട്ടിലേക്ക് എത്തിയോ? വളരെ നല്ലത് തന്നെ. പക്ഷെ ഇപ്പോഴും എന്റെ അമ്മ എന്നെ ജോലിക്ക് വിടുന്നില്ലല്ലോ. ഞാനും കാശുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ എങ്ങനെ? മമത ആലോചിക്കായിരുന്നു. അപ്പോഴാണ് അവൾക്ക് ഒരു ഐഡിയ വന്നത്. ഓർമ്മയുണ്ടോ കുറച്ചു ദിവസത്തിനു മുമ്പേ നീ കളർ ഇഡ്ഡലി ചെയ്തത്? ഹാ, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? ഹാ, നീ എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? കളർ ഇഡ്ഡലി വേറെ എവിടെയും കിട്ടില്ലല്ലോ. നിന്റെ ഇഡ്ഡലി നല്ല രീതിയിൽ വിൽക്കും. ഹാ, ധാരയ്ക്ക് ഐഡിയയും കിട്ടിക്കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ തന്നെ ധാര ഒരു ഇഡ്ലി കട മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞു. പിന്നെ അവൾ അവളുടെ കളർ ഇഡ്ലിയും കച്ചവടവും തുടങ്ങി കഴിഞ്ഞു. അനിയത്തി, ഈ കളർ ഇഡ്ലി എന്താണ്? ചേട്ടാ, ഇത് കളർ ഇഡ്ഡലി വളരെ ടേസ്റ്റ് ആയിരിക്കും. ഒരു പ്രാവശ്യം കഴിച്ചു നോക്കൂ. ശരി, എനിക്ക് ഒരു പ്ലേറ്റ് എടുത്തോളൂ. ധാര ആ കസ്റ്റമറിന് ഒരു പ്ലേറ്റ് കളർ ഇഡ്ലി കൊടുത്തു കഴിഞ്ഞു. അവർ കഴിക്കുന്ന കണ്ടതിന് ശേഷം കുറെ പേര് ആ ഭാഗത്തുനിന്ന് അവർ കഴിക്കാൻ വേണ്ടി വന്നു. കുറെ കസ്റ്റമേഴ്സ് ധാര ഉണ്ടാക്കുന്ന കളർ ഇഡ്ലി സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം ആദ്യത്തെ ദിവസം തന്നെ അവളുടെ കച്ചവടം നന്നായിട്ട് ചൂടുപിടിക്കാൻ തുടങ്ങി. ഇതാ അമ്മ, എന്റെ ആദ്യത്തെ വരുമാനം. സാധനയുടെ കണ്ണിന്ന് വെള്ളം വരാനും തുടങ്ങി. ധാര ദിവസവും നല്ല കളർ ഇഡ്ലി കച്ചവടം മാർക്കറ്റിലിട്ടപ്പോൾ അതിന് നല്ല കച്ചവടം ചൂടുപിടിക്കാനും തുടങ്ങി. കസ്റ്റമേഴ്സും കുറെ പേര് വന്നു. അവൾ ദിവസവും വല്ലാതെ ഫേമസ് ആയും ചെയ്തു. അതിന്റെ കൂടെ തന്നെ അവളുടെ കച്ചവടവും നന്നായിട്ട് വലുതായും തുടങ്ങി. ഒരു ദിവസം അവളുടെ കടയുടെ അടുത്ത് ഒരു സേട്ട് വന്നിരുന്നു. നിങ്ങളാണോ ആ കളർ ഇഡ്ലി വിൽക്കുന്ന ആള്? ആ, അതെ. നിങ്ങളുടെ ഈ കളർ ഇഡ്ലി വല്ലാതെ ഫേമസ് ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഓഫർ തരാമെന്ന് വിചാരിച്ചു. എന്ത് ഓഫറാ? ഈ സിറ്റിയില് എനിക്ക് കുറെ ബ്രാഞ്ച് ഹോട്ടൽസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാൽ നിങ്ങളുടെ ഈ കളർ ഇഡ്ലി എന്റെ എല്ലാ ഹോട്ടലിലും കൗണ്ടറിലുണ്ടാവണം വിചാരിക്കുന്നു. ഇതിലെ പ്രോഫിറ്റ് 50% വെക്കാം. ധാരയ്ക്ക് ഈ ഓഫർ വല്ലാതെ ഇഷ്ടപ്പെട്ടും ചെയ്തു. എനിക്ക് സമ്മതമാണ്. സേട്ടിന്റെ കൂടെ ധാര ഈ അഗ്രിമെന്റ് ഇട്ട് കഴിഞ്ഞു. പിന്നെ ധാരയോട് ഈ കളർ ഇഡ്ലി എല്ലാ ഹോട്ടൽ ചെയിനിലും ചെയ്തു. വലിയ ഹോട്ടലില് ധാരയുടെ ഇഡ്ലിയും വിൽക്കാൻ തുടങ്ങി. നഗരത്തിലുള്ള എല്ലാവർക്കും ഈ കളർ ഇഡ്ലി വല്ലാതെ ഫേമസ് ആവും ചെയ്തു. അവളുടെ വരുമാനം വല്ലാതെ പെരുകാൻ തുടങ്ങി. ഒരു മാസം കഴിഞ്ഞിട്ട് സേട്ട് ധാരയുടെ അടുത്ത് വന്നു. അദ്ദേഹം ധാരയുടെ അടുത്ത് 20 ലക്ഷം രൂപ ചെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഒരു മാസത്തിന്റെ പ്രോഫിറ്റ് ആണ്. ഈ ചെക്ക് കണ്ടതും ധാരയ്ക്ക് വല്ലാതെ ആനന്ദ കണ്ണീരായിരുന്നു. നിങ്ങൾ കരയല്ലേ മോളെ, ഇത് നിങ്ങളുടെ സ്വന്തം അധ്വാനമാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ കളർ ഇഡ്ലി ലോകം മുഴുവനും ഫേമസ് ആയി കഴിഞ്ഞു. ധാര വളരെ സന്തോഷത്തോടെ ആ ചെക്ക് വാങ്ങി. ആ ദിവസത്തിന് ശേഷം ധാരയുടെ ജീവിതം തന്നെ മാറിക്കഴിഞ്ഞു. അവൾ വലിയൊരു ബംഗ്ലാവ്, കാറ്, അവൾ ജോളിയായിട്ടുണ്ടായിരുന്നു. അവളുടെ അമ്മേനെ അവിടെ ഒരു റാണീനെ പോലെയാണ് അവൾ നടത്തിയത്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഗൗരവന് ധാരയുടെ കാര്യങ്ങളെ പറ്റി അറിഞ്ഞത്. പിന്നെ ഗൗരവും ലതയും ധാരനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. എന്റെ രീതി, എനിക്ക് വളരെ സന്തോഷപ്പെട്ടു. എന്റെ ഈ വളർച്ച കാണുമ്പോൾ എനിക്ക് സന്തോഷമായിട്ടുണ്ട് പോളേ. പക്ഷേ ചേട്ടാ, നിങ്ങളെപ്പോലെ ഒരാളെ കാണാൻ എനിക്ക് വിഷമമുണ്ട്. നോക്കുമ്പോളെ, ഞാൻ എന്തൊക്കെ ചെയ്തോ എനിക്കത് വിചാരിക്കുമ്പോൾ വിഷമമുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം മോളെ. അമ്മ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ എനിക്ക് നിന്റെ ഹെൽപ്പ് ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ നീ വന്നില്ല. ഇപ്പോൾ എനിക്ക് ആരുടെ സഹായവും വേണ്ട. എന്നെ കൊണ്ട് എന്റെ അമ്മയെ നോക്കാൻ പറ്റും. അബേ, എന്തെങ്കിലും അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കോ ബേ? അവൾ തെറ്റ് ചെയ്തിട്ട് വേണ്ടേ മനസ്സിലാക്കി കൊടുക്കാൻ? അവൾ പറയുന്നത് ശരിയാണ്. അവളെ കൊണ്ട് അവളുടെ ജീവിതം നല്ല രീതിയിൽ നോക്കാൻ പറ്റും. ഇന്ന് അവൾ നല്ല നിലയിലുള്ളത് കൊണ്ടാണ് നീ വീട്ടിലേക്ക് വന്നത്. നീ ശരിയായ സ്വാർത്ഥനാണ്. ഇനി ഈ വീടിന്റെ വശത്ത് നിന്നെ കണ്ടുപോകരുത്. ധാരയും പിന്നെ സാധനയും അവര് രണ്ടുപേർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി. അതും സത്യമാണ്. ഗൗരവും ലതയും ഒരു അസൂയ ആൾക്കാരാണ്. പൈസ വന്നതിന് ശേഷമാണ് അവരുടെ കുടുംബം കാണാൻ പറ്റിയത്. എപ്പോഴും ഒരു കുടുംബത്തിന്റെ ആവശ്യം വന്നപ്പോൾ അവർ നോക്കിയില്ല. അവരെ മാത്രമാണ് നോക്കിയിരിക്കുന്നത്. വലിയ ആൾക്കാർ പറയുന്ന കാര്യം ശരിയാണ്. സ്വന്തക്കാർക്ക് പൈസ മാത്രമാണ് കണ്ണിനറിയുക. സ്നേഹയും വിലയും അറിയില്ല. പൊട്ടിപ്പോയ ബന്ധം പിന്നെ ഒട്ടിക്കാൻ പറ്റില്ല മക്കളെ.